അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത് ആസ്ഗാർഡാണ്. ഇപ്പോൾ അവിടെ നമ്മുടെ ഗോഡ് ഓഫ് തണ്ടറായ തോർ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളും സ്ട്രോങ്ങസ്റ്റ് എന്നും പറഞ്ഞ് അവിടെയുള്ള വലിയ പ്രതിമകളൊക്കെ ഒറ്റ കയ്യിൽ പൊക്കുകയും പിന്നെ തൻ്റെ കയ്യിലൊക്കെ ഇടിമിന്നലൊക്കെ വരുത്തി അവിടെ നിൽക്കുന്ന ജനങ്ങളെ കാണിച്ചതും അന്നേരം തന്നെ അതൊക്കെ കണ്ട ജനങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ തോറിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ വലിയ ഷോയൊക്കെ നടത്തി വലിയ ആളായി നിൽക്കുന്ന തോറിൻ്റെ അടുത്തേക്ക് നമ്മുടെ ലോക്കി കടന്നു വരികയാണ്. എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനാണ് ലോക്കി, ഗോഡ് ഓഫ് മിസ്റ്റീഫാണ് ഞാനെന്നും പറഞ്ഞ് തോറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആപ്പിള് നല്ല സ്റ്റൈലായി ലോക്കി അടിച്ചു മാറ്റിയിട്ട് ഒരു കുതിരയുടെ രൂപത്തിലേക്ക് മാറി ലോക്കി ആപ്പിൾ കഴിക്കാൻ വേണ്ടി തുടങ്ങിയതും അന്നേരം തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം നേരത്തെ തോറിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ കയ്യടി നമ്മുടെ ലോക്കിക്ക് കൊടുക്കുകയാണ്. പക്ഷെ അത് നമ്മുടെ തോറിന് ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിക്കാരനാണെങ്കിൽ എൻ്റെ ആപ്പിൾ തിരിച്ച് താടാ എന്നും പറഞ്ഞ് ലോക്കിയെ തല്ലാൻ വേണ്ടി തുടങ്ങിയതും അന്നേരം തന്നെ ലോക്കിയാണെങ്കിൽ നീ ഇപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പേടിച്ചോടിയെന്ന് തോറിനോട് പറഞ്ഞതും തൻ്റെ ആരാധകരായ ജനങ്ങൾ താൻ കാരണം പേടിച്ചോടിയത് കണ്ട് തോറിന് സങ്കടവും പിന്നെ ലോക്കിയോട് ദേഷ്യവും തോന്നുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന തോറിനോട് ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കുന്നത് നിനക്കൊരു ചാലഞ്ച് തരാനാണെന്നും നീ അത് ചെയ്ത് കാണിക്കണമെന്ന് ലോക്കി തോറിനോട് പറയുകയാണ്. അന്നേരം തന്നെ നീ ഭയങ്കര ഉടായ്പാണെന്നും ഞാൻ നിൻ്റെ ഒരു ചാലഞ്ചിനും ഇല്ല എന്ന് ലോക്കിയോട് പറഞ്ഞ് തോർ അവിടെ നിന്ന് നടന്നു പോകാൻ വേണ്ടി തുടങ്ങിയതും അപ്പോൾ തന്നെ നിനക്ക് മാത്രമേ ഈ ചാലഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് തോറിൻ്റെ പുറകെ ലോക്കിയും ചെല്ലുകയാണ്. അന്നേരം തന്നെ തോറ് 3 ദിവസം മുമ്പ് നീ ഇതുപോലെ ഒരു ഓട്ട മത്സരം നമ്മൾ തമ്മിൽ ചാലഞ്ചായി നടത്തിയെന്നും ആ മത്സരത്തിൽ ഞാൻ ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് നീ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഒരു പാറക്കല്ലാണ് ഞാനെന്ന് നീ എന്നെ തോന്നിപ്പിച്ചുവെന്നും അങ്ങനെ ഞാനൊരു പാറക്കല്ലാണെന്ന് ഞാൻ തന്നെ വിചാരിച്ച് ഞാൻ അവിടെ അനങ്ങാതെ കിടക്കുന്ന സമയത്ത് നീ ഓടി ജയിച്ചുവെന്നും നീ ഭയങ്കര ഉടായ്പാണെന്നും നിന്റെ ഒരു ചാലഞ്ചിനും ഞാൻ പങ്കെടുക്കില്ല എന്നും തോറ് ലോക്കിയോട് പറയുകയാണ്. അപ്പോൾ തന്നെ ലോക്കി നിനക്ക് മാത്രമേ ഈ ചാലഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂവെന്നും ഈ തവണ ഞാൻ നിന്നെ ചതിക്കില്ല എന്നും തോറിനോട് പറഞ്ഞതും എന്താണ് ചാലഞ്ച് എന്ന് തോർ ലോക്കിയോട് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ലാർ ഓഫ് ലറാമിന എന്ന ഒരു കുഴല് നമ്മുടെ അച്ഛനായ ഓഡിൻ്റെ ഖജനാവിലുണ്ടെന്നും നീ ആരും കാണാതെ ആ ഖജനാവിൽ കയറി അതെടുത്ത് എനിക്ക് തരണമെന്നും ഇതാണ് ചാലഞ്ച് എന്നും ലോക്കി തോറിനോട് പറഞ്ഞതും ചുരുക്കി പറഞ്ഞാൽ ഞാൻ മോഷണം നടത്തണമെന്നാണ് നീ ഉദ്ദേശിച്ചതെന്ന് തോർ ലോക്കിയോട് ചോദിച്ചതും അങ്ങനെയും പറയാമെന്നും പക്ഷേ ഇതൊരു ചാലഞ്ചാണെന്ന് ലോക്കി തോറിനോട് പറഞ്ഞതും തനിക്ക് ഈ ചാലഞ്ചിൽ താല്പര്യമില്ല എന്ന് തോർ ലോക്കിയോട് പറയുകയാണ്. അപ്പോൾ തന്നെ ലോക്കിയാണെങ്കിൽ ഇടിമിന്നലിൻ്റെ ദൈവമായ നിനക്ക് ഈ ചാലഞ്ച് ഏറ്റെടുക്കുവാൻ ഇത്രയും പേടിയുണ്ടായിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് തോറിനോട് കളിയാക്കി പറഞ്ഞതും അപ്പോൾ തന്നെ തോർ എനിക്ക് യാതൊരു പേടിയില്ല എന്നും ഞാൻ ആ കുഴലെടുക്കുമെന്നും ഞാൻ ഈ ചാലഞ്ചിന് തയ്യാറാണെന്നും തോർ ലോക്കിയോട് പറയുകയാണ്. അത് കേട്ട് ലോക്കിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. തോറിനെ കൊണ്ട് ചാലഞ്ച് നടത്തിപ്പിക്കുവാനാണ് ലോക്കി തോറിനോട് നേരത്തെ പേടിയാണോ എന്നൊക്കെ ചോദിച്ച് തോറിനെ കളിയാക്കിയത്. അങ്ങനെ ഇപ്പോൾ പിന്നീട് ആരും കാണാതെ ഓടിൻ്റെ ഖജനാവിൽ കയറി തോറ കുഴലെടുത്തതും അപ്പോൾ തന്നെ ഖജനാവിൻ്റെ പുറത്ത് നിൽക്കുന്ന ലോക്കിയാണെങ്കിൽ നാട്ടുകാരെ വീട്ടുകാരെ എല്ലാവരും ഓടി വരണേ, ഖജനാവിൽ ഒരു കള്ളൻ കയറിയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ടേക്ക് വരുത്തുവാൻ നോക്കുകയാണ്. ഇപ്പോൾ അത് കണ്ടതും എടാ തെണ്ടി നീ എന്നെ ചതിക്കാൻ നോക്കുകയല്ലേ എന്ന് ലോക്കിയോട് പറഞ്ഞ് ആളുകൾ വരുന്നതിന് മുമ്പ് ആ ഖജനാവിൽ നിന്നും ആ കുഴലുമായി തോർ പറന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ആ കുഴൽ നമ്മുടെ ലോക്കിയുടെ കയ്യിൽ കൊടുത്തിട്ട് നീ എന്നെ ചതിച്ച് വീഴ്ത്തുവാനൊക്കെ നോക്കിയെന്നും പക്ഷെ താൻ അതിനെയെല്ലാം മറികടന്ന് ഈ കുഴലെടുത്ത് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തുവെന്നും തോർ ലോക്കിയോട് പറഞ്ഞതും ഈ കുഴലെടുക്കുവാൻ താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെന്നും ഈ കുഴൽ തനിക്ക് എടുത്തു തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും ലോക്കി തോറിനോട് പറഞ്ഞ് ഇപ്പോൾ ലോക്കി ആ കുഴലെടുത്തൊന്ന് ഊതിയതും അപ്പോൾ തന്നെ ആസ്ഗാർഡിൽ ഒരു വലിയ പാമ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പോൾ അത് കണ്ടതും ഇത് മിഡ്ഗാർഡ് സർപ്പൻ്റ് അല്ലേ എന്ന് പേടിച്ച് തോർ ലോക്കിയോട് ചോദിച്ചതും ഇത് മിഡ്ഗാർഡ് സർപ്പൻ്റ് ഒന്നും അല്ല എന്നും ഇത് മിഡ്ഗാർഡ് സർപ്പൻറ്റിൻ്റെ പെങ്ങളായിരിക്കുമെന്നും എനിക്ക് ഈ പാമ്പിനെ ഒന്ന് നേരിട്ട് കാണുവാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ഞാനിപ്പോൾ നേരിട്ട് കണ്ടുവെന്നും നീ ഇതിനെ ഇനി തിരിച്ചയച്ചേക്കാനും ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് തോറിനോട് പറഞ്ഞ് ലോക്കി അവിടുന്ന് പോകുവാൻ തുടങ്ങിയതും നീ ഒരിടത്തേക്കും പോകുന്നില്ല എന്നും നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഈ പാമ്പിനെ നേരിടാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങാൻ വേണ്ടി പോയ ലോക്കിയെ തോർ തടഞ്ഞു നിർത്തുകയാണ്.